ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പപ്പയെ വിളിക്കാൻ പോവാണ്. ഇപ്പോൾ വെളുപ്പിന് 2:30 കഴിഞ്ഞു കേട്ടോ. ഇവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് 3:30 പപ്പ അവിടെ എയർപോർട്ടിൽ ഇറങ്ങുന്നതെന്ന് പറഞ്ഞത്. ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് മുടി കെട്ടുന്ന വീഡിയോയാണ്. വലിയ സ്റ്റൈലൊന്നുമില്ല, ചുമ്മാ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. ഭയങ്കരമായിട്ട് സ്റ്റൈൽ ചെയ്യാനൊന്നും എനിക്കറിയില്ല. എൻ്റെ മുടി ഫ്രണ്ടിൽ നെറ്റ് കയറിയതാണ്, അതുകൊണ്ട് തന്നെ വലിയ ഹെയർ സ്റ്റൈലൊന്നും എനിക്ക് ചെയ്യാനൊരു തൃപ്തിയില്ല കേട്ടോ. അപ്പം ഇതും പിന്നെ അല്ലാണ്ട് ജസ്റ്റ് സൈഡായിട്ട് ചെയ്യുന്ന സൈഡ് ഇങ്ങനെ ചെയ്യെടുക്കുന്നതാണ് എനിക്കിഷ്ടം. അത് മാത്രമേ എനിക്ക് ചേരുന്നതായിട്ട് തോന്നിയിട്ടുള്ളൂ. വേറെ ഒന്നും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയില്ല, നെറ്റ് കയറലുള്ളതുകൊണ്ട്. അപ്പം നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫ് പോലെ ഒരു വീഡിയോ, അത്രേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് റെഡി ആവുകയാണ്. പിന്നെ ഇത് മുടിയിൽ വലിയതായിട്ട് കുരുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കെട്ടിക്കഴിഞ്ഞ് ലാസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇത് മാറ്റുമായിരുന്നു. അങ്ങനെ ഞാനിത് റെഡിയായി കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് പൗഡറൊക്കെ ഇട്ടു, അതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളിത് പോവാണ്. 2:40 കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത്. അപ്പം മോൻ എടുത്ത വീഡിയോ ആണിത്. അപ്പോൾ ഇത് അമരോള പാലമാണ്. അത് കഴിഞ്ഞ് ഞങ്ങളിന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പം അവരെയൊക്കെ ഇറക്കിയിട്ട് ഞാൻ പാർക്കിങ്ങിലേക്ക് പോയി. വണ്ടി ഇതിവിടെ പാർക്ക് ചെയ്തിട്ടിട്ട് പോയി. ഇത് AC ഇടുമ്പോൾ ഈ ഒരു ഭാഗം മാത്രം ഇങ്ങനെ ആവും, എന്താണെന്നുള്ളത് എനിക്ക് അറിയുന്നില്ല കേട്ടോ. ഗ്ലാസ് അടച്ചിട്ടിട്ട് തന്നെയാണ് ഓടിക്കുന്നത്. പിന്നെ ഇതേ കാണുന്നതാണ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ അറൈവലിൻ്റെ അവിടെ മമ്മിയും മോനും പോയി നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരാൾ പപ്പയ്ക്ക് വേണ്ടി ഭയങ്കര വെയിറ്റിംഗ് ആണ്. ഫസ്റ്റ് എനിക്കൊന്ന് ദുബായ് ഫ്ലൈറ്റ് ആയിട്ടുള്ള ആളുകളാണ് ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതെല്ലാം കണ്ട് കുറേ നേരം നിന്ന് വെയിറ്റിംഗ് ആയിരുന്നു. പിന്നെ അത് മിഠായി വേണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. പക്ഷേ ഇവിടെയൊക്കെ മിഠായിക്ക് ഭയങ്കര റേറ്റാണ്, അതുകൊണ്ട് അത് വാങ്ങിക്കൊടുക്കാനായിട്ട് നിന്നില്ല. അപ്പോൾ ഇതേ തിരിച്ചവൻ പോരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതേ ഇവിടെ ഇങ്ങനെ കാത്ത് നിൽക്കുന്നുണ്ട്. ആകെ ബോറടിച്ചു കേട്ടോ. ഒരു 3:30 ആവാറായപ്പോഴത്തേക്കാണ് ഫ്ലൈറ്റ് ഇറങ്ങിയെന്ന് പറഞ്ഞ് പപ്പ വിളിച്ചിരുന്നത്. ഒരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് പുറത്തിറങ്ങിയത്. അപ്പോൾ ½ ആൻ അവർ അവൻ അങ്ങനെ ബോറടിച്ചു. അപ്പോൾ അതേ ഞങ്ങളുടെ പപ്പ വരെയാണ്. അങ്ങനെ അതേ അവൻ ഓടിപ്പോയി പപ്പയെ നോക്കുകയാണ്. പക്ഷേ പപ്പയെ കണ്ടില്ല. പപ്പ ആ സമയത്ത് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ലാസ്റ്റ് അവൻ്റെ കണ്ടുപിടിച്ചു. അങ്ങനെ ഭയങ്കര ഹാപ്പി. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴി കുമാർ കഫേയിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു സുഖമായിട്ട് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ടായപ്പോൾ ഞങ്ങളിത് എങ്ങോട്ടേലും പോകാമെന്ന് വിചാരിച്ചിറങ്ങിയതായിരുന്നു. അങ്ങനെ കോവളത്തേക്കാണ് ആദ്യം പോകുന്നത്. ഞങ്ങളുടെ ഇതുവഴി ഷോർട്ട് കട്ട് കയറി ബൈപ്പാസ് വഴിയാണ് കോവളത്തേക്ക് പോകാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ബൈപ്പാസ് കയറിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിതേ കോവളത്തേക്ക് തിരികെയാണ്. അപ്പോഴാണ് ഇതേ ഇങ്ങനെ ഒരു ഹെലികോപ്റ്റർ ശ്രദ്ധിച്ചത്. അന്നേരമാണ് ഞാൻ ഓർത്തത് അന്ന് 1-ാം തീയതിയായിരുന്നു. അന്ന് തന്നെ നമ്മുടെ നേവിയുടെ ആ ഒരു ഡെമോ പ്രോഗ്രാം ഉണ്ടായിരുന്നു അന്നേ ദിവസം. പക്ഷെ ഞാനത് അങ്ങനെ കാര്യമായിട്ട് ഓർത്തില്ലായിരുന്നു. ഈ ഒരു ഹെലികോപ്റ്റർ കണ്ടപ്പോഴാണ് ഓർത്തത് കേട്ടോ. ഞങ്ങളിപ്പോൾ കോവളം ബീച്ചിൽ താഴത്തോട്ടുള്ള ആ ബീച്ചിലാണ് കേട്ടോ പോയത്. ആദ്യം കാണുന്ന ബീച്ചല്ല, അത് കഴിഞ്ഞിട്ടുള്ള ബീച്ചാണ്. അപ്പോൾ അവിടെ നിന്നപ്പോഴത്തേക്കും വീണ്ടും 2-3 ഹെലികോപ്റ്റർ പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനത് കണ്ട് വീഡിയോ ഒക്കെ എടുത്തു.
അതിനിടയിലൂടെ ഒരാൾ ഹെലികോപ്റ്റർ വെള്ളം എടുക്കാൻ പോവുകയാണോ എന്ന് ചോദിക്കുകയാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹെലികോപ്റ്റർ അങ്ങ് ദൂരെ പോകുമ്പോഴത്തേക്കും കടലിൽ ടച്ച് ചെയ്യുന്ന പോലെയൊക്കെ തോന്നും. അതാണ് കേട്ടോ അവനങ്ങനെ ചോദിച്ചത്. ഞങ്ങൾ കുറച്ചുകൂടി താഴോട്ട് ഇറങ്ങി. മോനെ നോക്ക്, അങ്ങോട്ട് നോക്കിയേ ഓർത്ത്. വിഴിഞ്ഞത്തല്ല, ശംഖുപൂത്ത് വരുമെന്നാണ് അറിഞ്ഞത്. ശംഖു പ്രോഗ്രാമിന് വേണ്ടി വരുന്നു. അപ്പൊ അത് ഇതിനിടയിൽ ഒരു ഷിപ്പ് കണ്ടു കേട്ടോ. എനിക്ക് തോന്നുന്നു അത് മറ്റേ ഈ വിമാനവാഹിനി കപ്പലുണ്ടല്ലോ, അതായിരുന്നു എന്നാണ് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 3 ഷിപ്പ് കണ്ടു. അങ്ങനെ 3 ഷിപ്പും പിന്നെ കുറേ ഹെലികോപ്റ്ററും പിന്നെ എയറോപ്ലെയിനും അതുപോലെ തന്നെ മറ്റേ വിമാനം ഉണ്ടല്ലോ, അതുമൊക്കെ കണ്ടായിരുന്നു. പെട്ടെന്ന് അറിയാൻ പറ്റില്ലല്ലോ. നല്ല സുഖം ഞാൻ ഇതെല്ലാം കറക്റ്റ്.
അങ്ങനെ അവിടെ നിന്ന സമയത്ത് കരിക്കൊക്കെ വാങ്ങി കഴിച്ചു. പിന്നെ മോനത് ടോയ് വേണം എന്ന് പറഞ്ഞ് അതും വാങ്ങി കൊടുത്തു. അപ്പോഴേക്കുമാണ് ഒരു ജെറ്റ് പോകുന്നത് കണ്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് എയറോപ്ലെയിൻ പോകുന്നത് കണ്ടു കേട്ടോ. അത് കാണിക്കണം, അത് ഇത് കറങ്ങുന്ന നോക്കട്ടെ. പിന്നെ ഉപ്പുമുളകൊക്കെ ഇട്ട് പൈനാപ്പിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരം രാത്രിയായി. അന്നേരം ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. തിരിച്ച് നടക്കുന്ന വഴിയാണ് കോൺ കണ്ടത്. അപ്പോൾ മോന് കോൺ വേണമെന്ന് പറഞ്ഞു. സ്വീറ്റ് കോൺ തന്നെയായിരുന്നു. അപ്പോൾ അത് ബട്ടറിലും പിന്നെ ഉപ്പും പിന്നെ ഇച്ചിരി മുളകൊക്കെ ഇട്ട് ഒരെണ്ണം വാങ്ങിക്കൊടുത്തു. അവന് മുളകൊക്കെ ഇടുന്നത് ഇഷ്ടം തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ കോവളത്ത് നിന്ന് തിരിച്ചു പോയി. ഇനി ഞങ്ങൾ ലുലു മാളിലേക്ക് പോകണേ. ലുലു മാളിൽ പോകണോ വേണ്ടേ ഇങ്ങനെ ആലോചിച്ച് ലാസ്റ്റ് പോകാമെന്ന് ഉറപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ ബൈപ്പാസ് വഴി ലുലു മാളിലേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങളിതേ ലുലു മാളിലെത്തി. പിന്നെ ലുലു മാളിലെത്തിയപ്പോൾ എത്ര ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. 7:30 കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ അവിടുത്തെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. പപ്പയുടെ വണ്ടിയിലാണ് പോയത്. ഫസ്റ്റ് ഞാൻ രാവിലെ എടുത്തില്ലേ വീഡിയോ, എയർപോർട്ടിൽ പോയത്, അത് എൻ്റെ വണ്ടിയിലായിരുന്നു. അങ്ങനെ നമ്മൾ ലുലു മാളിനകത്ത് കയറിയപ്പോൾ ഒരു ആൾ കാർ ഇങ്ങനെ വാങ്ങിച്ചു വെച്ചേക്കുന്നു ഒരു കൊച്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ അവൻ ഉണ്ടാക്കുന്നത് എനിക്കും വേണം കാറെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് കാശില്ല, വലിയ കാറാണ്. പിന്നെ അവനിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, എപ്പോഴും ചോദിക്കും. പിന്നെ നമ്മുടെ ബഡ്ജറ്റ് നോക്കുന്നത് അല്ലാത്തതുകൊണ്ട് വാങ്ങാറില്ല. പിന്നെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവൻ്റെ ഓരോന്ന് നോക്കി ഇപ്പോൾ ഇരുന്നെടുക്കണം. അങ്ങനെ ചോക്ലേറ്റ് ഇഷ്ടമുള്ള ആളല്ല, വല്ലപ്പോഴും കഴിക്കും, അത്രേ ഉള്ളൂ. എപ്പോഴും അങ്ങനെ കഴിക്കുന്ന ടൈപ്പല്ല കേട്ടോ, വല്ലപ്പോഴുമേ കഴിക്കുള്ളൂ. അവനത് ഇതൊക്കെ കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അവൻ ഓരോന്നായിട്ട് കഴിച്ച് നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങുന്നതായിരുന്നു. പിന്നെ ലുലുവിൽ തന്നെ കുറേ ക്രിസ്മസ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഫ്രണ്ടിൽ നിർത്തി അവനെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇന്ന് അത്യാവശ്യം നിൽക്കുന്നുണ്ടായിരുന്നു. സാധാരണ ഫോട്ടോ എടുക്കാൻ നിൽക്കത്തില്ല, ഇന്ന് നിൽക്കാൻ പറഞ്ഞപ്പോഴത്തേന് നിന്നിരുന്നു. പിന്നെ അത് ഒരു വീട് പോലെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും നല്ലതായിരുന്നു കേട്ടോ. ക്രിസ്മസിൻ്റെ ആ ഒരു ഡിസംബർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, ഡിസംബർ 1-ാം തീയതി ആയിരുന്നു. അപ്പോൾ ക്രിസ്മസിൻ്റെ ആ ഒരു ഫീലൊക്കെ കിട്ടി. അവൻ ഓരോന്ന് തൊട്ട് നോക്കുകയാണ്. അവിടെ ഡോൺ ടച്ച് എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ വഴക്ക് പറയായിരുന്നു, തുടരുത്. എന്നിട്ട് എന്നെ കാണാതെ ചില സമയത്തൊക്കെ തൊടുന്നുണ്ടായിരുന്നു. കാര്യം ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ആ ഒരു തിരക്കിൽ പെട്ടെന്ന് അങ്ങനെ ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഇതായിരുന്നു കേട്ടോ ആ വീടിൻ്റെ ഫ്രണ്ട് ലുക്ക് വരുന്നത്. പിന്നെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫുഡൊക്കെ വാങ്ങി ഞങ്ങൾ കഴിക്കാനായിട്ട് ഫുഡ് കോർട്ടിലേക്ക് പോയി. അങ്ങനെ ഇവിടെ ഞങ്ങൾ കഴിക്കാനിരിക്കുകയാണ്. അവൻ്റെ ഓരോന്നിട്ടെടുത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളത് വാഷ്റൂമിനകത്തും പോയിട്ട് ഇവന് സ്ഥിരം പരിപാടിയാണ്. ഇത് ഇവിടെ വരുമ്പോഴത്തേക്കും കൈ നനച്ചിട്ട് ഇതിനകത്ത് കൊണ്ട് വയ്ക്കുക. അവനത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളത് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രേ ഉള്ളൂ. 1-ാം തീയതിയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നത് 3-ാം തീയതി ആയിരിക്കും. അപ്പോൾ അന്നത്തെ ദിവസമാണ് ശരിക്കും ശംഖുമുഖത്ത് പ്രോഗ്രാം നടക്കുന്നത്. ശംഖുമുഖത്ത് നേരിട്ട് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പൊന്നുമില്ല. അങ്ങനെ പോകാൻ പറ്റുകയാണെങ്കിൽ നല്ല രീതിക്ക് വീഡിയോ ഇടാം. അല്ലെങ്കിൽ കോവളത്ത് പോയി നിന്നെങ്കിലും എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.